വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് സ്പിരിച്വൽ ജേണിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. സ്പിരിച്വൽ ജേണിയിലുള്ള ആൾക്കാർ മിക്കപ്പോഴും കേട്ടിട്ടുണ്ടാവും ന്യൂ സോള്, ഓൾഡ് സോൾ എന്നൊക്കെ. അതായത് ഓൾഡ് സോളാണ് ലാസ്റ്റ് ബർത്ത് എടുക്കുന്നത്, അങ്ങനെ ലാസ്റ്റ് ബർത്ത് എടുക്കുമ്പോൾ അവർക്ക് ആ ജന്മത്തിൽ മോക്ഷം കിട്ടുന്നൊക്കെ. മോക്ഷം എന്ന് പറയുന്നത് ആഗ്രഹത്തിൽ നിന്നുള്ള മോചനത്തെയാണ്. അപ്പോഴാണ് നമ്മൾ ആ പരമാത്മാവുമായിട്ട് ലയിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സോള് ഓൾഡ് സോളാണോ ന്യൂ സോളാണോ എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും ഈ സമയത്ത് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി റീഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സോള് ഈ പറഞ്ഞതിൽ ഏത് കാറ്റഗറിയിലുള്ള സോളാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്കിവിടെ 2 പിക്ചേഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുമായിട്ടൊരു കണക്ഷൻ തോന്നുന്നത്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് റീഡിംഗ് കാണാം. സെലക്ട് ചെയ്തില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ച് സെലക്ട് ചെയ്യാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. ഫയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലോട്ട് പോവാം. ചെയ്തവരുടെ റീഡിംഗ് ആണ്. King of Cups, 2 of Pentacles, Knight of Swords, Lovers, 8 of Wands, 4 of Cups, King of Swords, Eight of Cups, താഴെ പോയ കാർഡാണ്. 4 of Swords ആണ് വന്നിരിക്കുന്നത്. Chariot, 6 of Wands. ബോട്ടം ഓഫ് ദ ഡെക്ക് 5 of Swords ആണ് വന്നിരിക്കുന്നത്. Ordinaries, change, comparison, politics, thunderbolt, experience, aloneness. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഓൾഡ് സോൾ ആണോ യങ് സോൾ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓൾഡ് സോൾ അല്ല എന്ന് കാണിക്കുന്നുണ്ട്, അതായത് ലാസ്റ്റ് ബർത്ത് അല്ല എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് യങ് സോൾ ആണോ എന്ന് നോക്കുമ്പോൾ അതുമല്ല, ഏകദേശം ഒരു മിഡിൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സോൾസ് ആണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഈ പൈൽ സെലക്ട് ചെയ്തവരെ രണ്ടിൻ്റെയും മിഡിലിൽ നിൽക്കുന്ന 2-3 ബർത്ത് ഈ ഒരു എർത്തിൽ എടുത്തിട്ടുണ്ടാവാം. അതായത് മനുഷ്യ ജന്മത്തിൽ 2-3 ബർത്ത് എടുത്തിട്ടുണ്ടാവാം. അതിൽ കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ട്. പക്ഷെ എന്നാലും ഈ ജന്മവും കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് ബർത്ത് അല്ല. ലാസ്റ്റ് ബർത്താണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്. മോക്ഷം എന്ന് പറയുന്നത് ഒരു മരണം എന്നല്ല എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് പറയുമ്പോൾ പലരും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. മോക്ഷം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അതായത് ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണം വരുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ ലിമിറ്റേഷൻ മാറിയിട്ട് ആ ഒരു സ്പിരിറ്റ് സെൻസ് ആക്റ്റീവ് ആകുന്നതാണ്. അപ്പോൾ അവിടെ ആഗ്രഹങ്ങളുടെ മോചനവും ഉണ്ടാവും. അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് ആഗ്രഹത്തിൽ നിന്നുള്ള മോചനത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അത് നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ലെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ലാസ്റ്റ് ബർത്തിലാണ് കൂടുതലും സംഭവിക്കാറ്. നിങ്ങളുടെ ലാസ്റ്റ് ബർത്ത് ആയിട്ട് കാണിക്കുന്നില്ല, എന്നാലും നിങ്ങളൊരു യങ് സോൾ ആണെന്നും കാണിക്കുന്നില്ല. കുറേ എക്സ്പീരിയൻസസ് ഉള്ള സോൾസ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്ത് വന്നാലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇമോഷണലി കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ എനർജി നല്ല സെൻസിറ്റീവ് ആണെന്നാണ് കാണിക്കുന്നത്. എന്നാൽ പോലും പ്രാക്ടിക്കലുമാണ്. അതായത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ഇമോഷണൽ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, ഇമോഷണൽ ആണ്. ബട്ട് അവിടെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും.
ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിർണായകമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ സോള് മുൻ ജന്മത്തിൽ എടുത്ത എക്സ്പീരിയൻസസിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ലൈഫ് എന്ത് തന്നെ നിങ്ങൾക്ക് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയുണ്ടാവും, അതുപോലെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കത് മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കത് പറ്റില്ല എന്നുള്ളത്, പക്ഷേ ആ ഒരു സമയത്ത് എത്തുമ്പോൾ നിങ്ങൾക്കതൊക്കെ മാനേജ് ചെയ്ത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സോള് ഈ ഒരു ബർത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് പാർട്ടിസിപ്പേഷനാണ്. അതായത് മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നത്. ചാരിയറ്റ് എനർജിയിലാണ്. അതായത് നിങ്ങളുടെ ആത്മബലം കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് വരുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് നിങ്ങളുടെ തന്നെ സോൾ ട്രൈബിലുള്ള ആൾക്കാർ വരുന്നുണ്ടാവാം. ഒരേ ബോധതലത്തിൽ നിന്നുള്ള സോൾസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടാവാം. ലവേഴ്സ് കാണിക്കുന്നത് സോൾമേറ്റ്സിനെയാണ്. അതുപോലെ സെക്സോവോൺസ് കാണിക്കുന്നത് സോൾമേറ്റ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് എൻ്റർ ചെയ്യുന്ന ആ ഒരു എൻ്ററിങ് സ്റ്റേജിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പിൻബലം തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സോൾസ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നത്. അങ്ങനെ കണക്റ്റ് ആവുമ്പോൾ നിങ്ങൾക്കവിടെ എല്ലാ കാര്യങ്ങളും ഒരു ധൈര്യം വരും, നിങ്ങളുടെ ഇന്നർ കോൺഫിഡൻസ് പുറത്തോട്ടേക്ക് വരും. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനേജ് ചെയ്തിട്ട് പോകാൻ പറ്റും. നിങ്ങൾ ഇമോഷണലി ഒരുപാട് കാര്യങ്ങളിൽ അറ്റാച്ച്ഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടുന്ന് ഡിറ്റാച്ച്ഡ് ആവണം എന്നുള്ളത് ഇവിടെ ഒരു ഗൈഡൻസ് പോലെ വന്നിട്ടുണ്ട്. പിന്നെ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളിലും നിങ്ങൾ സ്റ്റക്ക് ആണെന്ന് കാണിക്കുന്നുണ്ട്. മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഒന്നും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ കാണാൻ പറ്റുന്നില്ല. അതായത് പഴയ മെമ്മറീസിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 4 ഓഫ് കപ്സ് അതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മുന്നിൽ അത് ഓപ്പൺ ആണ്, ആ വഴിയൊക്കെ ഓപ്പൺ ആണ്. ആ നഷ്ടപ്പെട്ടു പോയ കാര്യവും നിങ്ങൾക്ക് അവിടെ തന്നെയുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു അന്ന് നടന്ന ആ ഇൻസിഡൻസിൽ സ്റ്റക്ക് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒന്ന് അവിടെ നിന്ന് തല ഉയർത്തി നോക്കിയാൽ, അതായത് നിങ്ങളുടെ കോൺഫിഡൻസ് പുറത്തോട്ടേക്ക് കൊണ്ടുവന്ന് ആ ഒരു കോൺഫിഡൻസിൽ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ചുറ്റിലും കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ നഷ്ടപ്പെട്ടു പോയ കാര്യം പോലും നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്നിട്ടും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല. അത് കാണാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, കുറേ കാര്യങ്ങളിൽ അറ്റാച്ച്ഡ് ആണ്. മാത്രമല്ല പാസ്റ്റിൽ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ നിങ്ങൾ സ്റ്റക്കാണ്. അവിടെ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രസൻറ്റിലെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മനസ്സും എല്ലാം പാസ്റ്റിലാണ് ഉള്ളത്. പിന്നെ ഈ സമയത്ത് ഒറ്റപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവാം. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഒറ്റപ്പെടൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസസ് തരുവാണ് ചെയ്യുന്നത്. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കേണ്ടതായിട്ടുള്ള സമയമാണ്. കാരണം നിങ്ങളും സ്പിരിച്വൽ ജേർണിയിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്. അതായത് ഒരു മാസ്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അവിടെ നിങ്ങളുടെ ഇന്നർ ചൈൽഡാണ് അവിടെ പുറത്ത് വരേണ്ടത്. അതായത് ദേവിക്ക് തന്നെ, നമ്മളെല്ലാം ദേവീൻ്റെ ഓരോ സ്വരൂപങ്ങളാണ്. എല്ലാം ആദിപരാശക്തിൻ്റെ തന്നെ അംശമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആദിപരാശക്തിൻ്റെ അംശമാണ്. അപ്പോൾ ഈ ആദിപരാശക്തി എന്ന് പറഞ്ഞാൽ ദേവി എനർജിയാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന എനർജിയാണ് മാസ്കുലൈൻ, ശിവബോധം എന്ന് പറയുന്നത്. അവിടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ശിവബോധം. ഇവിടെ നമ്മൾ കാണുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കാണുന്ന എല്ലാം തന്നെ ദേവി എനർജിയാണ്, ശക്തിയാണ്. ശക്തിൻ്റെ തന്നെ വിവിധ ഭാവങ്ങളുണ്ട്. ഇതിൽ ഓരോരോ ആൾക്കാരും, ഈ വീഡിയോ കാണുന്നവരായാലും ആരായാലും ശക്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാവത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആ മാസ്ക് ഇടാതെ ഒരു ശൈലപുത്രി എന്നുള്ള ശക്തിൻ്റെ ആദ്യത്തെ ഒരു ഫോം, നവദുർഗകളിൽ ആദ്യം വരുന്ന ഒരു ഭാവമാണ് ശൈലപുത്രി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിലെ കുഞ്ഞിനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മളിൽ ഓരോരുത്തരിലും ഒരു ചെറിയ കുഞ്ഞുണ്ട്. എന്തും ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. മറ്റുള്ളവരുടെ കെയർ ആഗ്രഹിക്കുന്നത്, അതുപോലെ ചെറിയൊരു കുട്ടിത്തം, ആ ഒരു ഇന്നർ ചൈൽഡ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഇന്നർ ചൈൽഡിലാണ് ഇപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ശൈലപുത്രി ഭാവത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാതെ ഇത് റിലീസ് ചെയ്തിട്ട് വിടണം. നമ്മളത് പുറത്തോട്ടേക്ക് കാണിക്കണം. നമ്മുടെ ഇമോഷൻസ് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ കാർമിക് ബേർഡനൊക്കെ ഉണ്ടാവുന്നത്. കാർമിക് ബേർഡൻ, ബോഡി ബ്ലോക്കേജ്, ഇതൊക്കെ വരുന്നത് നമ്മുടെ ഇമോഷൻ നമ്മൾ കാണിക്കാത്തത് കൊണ്ടാണ്. അതായത് നമ്മൾ ആരോടെങ്കിലും കാണിക്കണം എന്നല്ല,
നമ്മുടെ ഇമോഷൻ നമ്മൾ റിലീസ് ചെയ്തിട്ട് വിടുവാണ് വേണ്ടത്. അവിടെ സപ്രസ് ചെയ്ത് വെക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, ബോഡി ബ്ലോക്കേജ് ഒക്കെ നമുക്ക് വരുന്നത്. ഈ ചെറിയ കുഞ്ഞുങ്ങൾ അവരുടെ ഇമോഷൻ എന്ത് തന്നെ ആയാലും അവർ പുറത്തോട്ട് കാണിക്കും. അവർക്ക് കരയാൻ തോന്നുമ്പോൾ അവർ കരയും, അവർ സൗണ്ടാക്കി തന്നെ കരയും. അതുപോലെ നമ്മളും നമ്മുടെ ഇമോഷൻ പുറത്ത് കാണിക്കണം. അവർക്ക് ചിരിക്കാൻ തോന്നിയാൽ അവർ ചിരിക്കും. അവരൊന്നും സപ്രസ് ചെയ്ത് വെക്കുന്നില്ല. അവർ ഫുൾ ഓപ്പൺ ആണ്, ഫ്രീ മൈൻഡാണ്. അവിടെ മൈൻഡല്ല, അവരുടെ ആ ഒരു കുട്ടിത്തത്തിൽ അവർക്ക് ഒന്നും ചിന്തിക്കാനില്ല. അവർ കംപ്ലീറ്റ് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് പാസ്റ്റോ ഫ്യൂച്ചറോ ഒന്നുമില്ല. അവർ ആ മൊമെൻറ്റിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാവമാണ് ശൈലപുത്രി ഭാവം എന്ന് പറയുന്നത് ദേവീൻ്റെ. അപ്പം ദേവീൻ്റെ ആ ശൈലപുത്രി ഭാവത്തിലാണ് നിങ്ങളിപ്പോൾ എത്തേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പൊളിറ്റിക്സ്, അതായത് മറ്റൊരു മുഖം, നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ മേ ബി സൊസൈറ്റീൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ആ ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം, ഒരു ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. അവിടെ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഫേസാണ് നിങ്ങൾ അവിടെ മാസ്ക് ഇട്ട് വെക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ ഒരു മാസ്ക് അവിടെ നിന്ന് മാറ്റിയിട്ട് സപ്രസ് ചെയ്ത് വെക്കുന്ന ഇമോഷൻസ് ഒക്കെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ നിങ്ങളുടെ ഒരു ലവ്ഡ് വൺസിനോടാണെങ്കിലും നിങ്ങളത് ചെയ്യണം എന്നുള്ളതാണ്. വൾനറബിൾ ആവണം എന്നുള്ളതാണ്. ഇവിടെ ആരും വൾനറബിൾ അല്ല. ഒരുപാട് ബലം പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. കിങ് ഓഫ് സോർഡ്സ് ഒക്കെ കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുന്ന കാര്യത്തെയാണ്. അതായത് ഒരുപാട് ഇമോഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷെ പുറമേ നിങ്ങളൊരു ബലം പിടിച്ച് നിൽക്കുന്ന, ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരിതായിട്ടാണ് കാണിക്കുന്നത്. സ്ട്രോങ് ആവുകയും വേണം, അവിടെ നിങ്ങളുടെ ഇമോഷൻ സപ്രസ് ചെയ്യാതെ അത് പുറമേ കാണിക്കണം, വൾനറബിൾ ആവുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളോടൊരു നീതി കാണിക്കാൻ പറ്റുന്നില്ല. നിങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന നീതി എന്ന് പറയുന്നത് ഇത്, നിങ്ങൾ എങ്ങനെയാണോ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ എനർജിയെയും ബാലൻസ് ചെയ്യണം. ഫെമിനൈൻ മാസ്കുലൈൻ എനർജിയെയും ബാലൻസ് ചെയ്യണം. മാസ്കുലൈൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്, അതുപോലെ ഫെമിനൈൻ എന്ന് പറയുന്നത് ഇമോഷണലാണ്. ഈ ഫെമിനൈൻ എനർജി കുറച്ച് നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, സപ്രസ് ചെയ്യാതെ ഫെമിനൈൻ എനർജി റിലീസ് ചെയ്തിട്ട് വരണം. ഇത് ഇമോഷൻ റിലീസ് ചെയ്തിട്ട് വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഫെമിനൈൻ എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്തതേ ഉള്ളൂ, കാരണം ആ ഒരു എനർജിയെ ഫെമിനൈൻ എനർജി എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചേഞ്ചസ് വരാനുണ്ട്. നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യണം. യാത്രയെക്കുറിച്ച് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഒരാളുടെ കൂടെ എന്നല്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് ഇനി വരാൻ പോകുന്നതും ഒറ്റയ്ക്കുള്ള യാത്രയാണ്. അവിടെ ആരെയും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, ആരെയും കൂട്ടണ്ട. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ സേഫായിട്ട് അങ്ങനെ പോകണം എന്നുള്ളതാണ് കാണിക്കുന്നത്. നേച്ചറുമായിട്ട് കുറച്ച് കൂടുതൽ ടൈം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യണമെന്നും കൂടി കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഓർഡിനറീസും വന്നിട്ടുണ്ട്, അലോൺനെസ്സും വന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കാണിക്കുന്നത് ഇതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. കാരണം അത് നിങ്ങളിൽ ഒരുപാട് ചേഞ്ച് വരുത്തുന്നുള്ളതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ആണെങ്കിലോ അതല്ല നിങ്ങൾക്കുള്ള ക്ലാരിറ്റി ആണെങ്കിലോ എന്തും ഒറ്റയ്ക്ക് ചെയ്യാം എന്നുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വരും. ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല എന്നുള്ള ഒരിതും വരും. നമ്മൾ ലൈഫിൽ എല്ലാവരും വേണം, പക്ഷെ അവിടെ ഡിപ്പെൻഡഡ് ആകുമ്പോൾ നമ്മളല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലെ പവർ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും മറ്റൊരാളിൽ ഡിപ്പെൻഡഡ് ആയി പോകും. ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ നിങ്ങളൊരു യാത്ര ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. ആ യാത്ര കൊണ്ടുള്ള ഗുണമാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലോ എന്താണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയും കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളിൽ വരികയും ചെയ്യും. മാത്രമല്ല എന്ത് ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളൊരു തിരിച്ചറിവും കൂടി നിങ്ങൾക്ക് വരും. പിന്നെ ഇപ്പം നിങ്ങളുടെ ലൈഫിലെല്ലാം പാതി വഴിക്കായിപ്പോയ ഒരിതാണ് കാണാൻ പറ്റുന്നത്. തുടങ്ങി വെച്ച കാര്യങ്ങളാണെങ്കിലോ എല്ലാം ഒരു പാതി വഴിക്കാനുള്ളത്, ഒന്നിനും കംപ്ലീറ്റ് ആവുന്നില്ല, എല്ലാം ഇൻകംപ്ലീറ്റ് ആയിട്ടാണുള്ളത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈഫിൽ ഓരോ ഏരിയയും എടുത്തു നോക്കുക. എന്നിട്ട് ലൈഫിൽ ഏരിയ മീൻസ് നമ്മുടെ ലൈഫിൽ സ്പിരിച്വാലിറ്റി ഉണ്ട്, അതുപോലെ ജോലി, ഫിനാൻസ്, അതുപോലെ റിലേഷൻഷിപ്പ്, എല്ലാറ്റിനും ഓരോ ഏരിയ ഉണ്ട്. എഡ്യൂക്കേഷൻ, അതുപോലെ ആൾക്കാരോടുള്ള ഇൻട്രാക്ഷൻ, അങ്ങനെ ലൈഫിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയാസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങളുടെ ലൈഫ് മിറാക്കിൾ പോലെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിലെ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരു മെൻറ്ററെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളെ സമീപിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ്, ഒറ്റക്കുള്ള യാത്ര. അത് മസ്റ്റാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ അറിയാനുള്ള ഒരു വഴി അതിലൂടെ ഓപ്പണായി കിട്ടും. നിങ്ങൾ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണ്, നിങ്ങൾക്കുള്ളിലെ പവർ എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ പാസ്റ്റിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കുമ്പോൾ ശൈലപുത്രീൻ്റെ ഒരു ഭാവത്തിൽ നിങ്ങൾ വരും. അതായത് നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ടാണ് നിങ്ങൾ കണക്റ്റ് ആവുന്നത്. ഇന്നർ ചൈൽഡുമായിട്ട് കണക്റ്റ് ആവുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒന്നും സപ്രസ് ചെയ്യേണ്ടി വരില്ല. എല്ലാം വൾണറബിളായിട്ട് അവിടെ നിങ്ങൾക്ക് വരും. ഞാനിവിടെ റീഡ് ചെയ്തത് നിങ്ങൾ ഓൾഡ് സോൾ ആണോ യങ് സോൾ ആണോ എന്നുള്ളതാണ്. നിങ്ങൾ ഇത് രണ്ടിലുമല്ല, ഇതിന് രണ്ടിൻ്റെയും മിഡിലിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് എക്സ്പീരിയൻസസ് ഇനി നിങ്ങളുടെ ലൈഫിൽ വരാനുണ്ട്. നിങ്ങളുടെ ഇന്നർ പവർ എന്താണെന്ന് മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരാനുണ്ട്. അതിന് ഒറ്റക്കുള്ള യാത്ര മസ്റ്റാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇന്നർ ചൈൽഡ് പുറത്തു വരാനുണ്ട്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വരാനുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളുടെ ഇന്നർ പവർ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്കുള്ളിലെ സ്പിരിച്വൽ ഗ്രോത്തും ആക്റ്റീവായിട്ട് വരുന്നത്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫയൽ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ജസ്റ്റിസ്, Ace of Pentacles, Temperance, Lovers, King of Cups, Three of Cups, Tower, Nine of Swords, Six of Swords, Eight of Cups, Death. Bottom of the deck, Four of Swords ആണ്. Breakthrough, താഴെ പോയ കാർഡാണ്. സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. സോറോ, കറേജ്, അലോൺനെസ്, ക്രിയേറ്റർ, കൺട്രോൾ, ലെറ്റിംഗ് ഗോ. ബോട്ടം ഓഫ് ദ ഡെക്ക് സൈലൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഓൾഡ് സോൾ ആണോ യങ് സോൾ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളൊരു ഓൾഡ് സോൾ ആണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബേർത്ത് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടേണ്ട ഒരു ബേർത്ത് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ കർമാസൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് എത്തണം എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ മോക്ഷം എന്ന് പറയുന്നത് ഞാൻ പറയാം, അത് മരണത്തെയോ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും വിചാരിക്കുന്നത് മോക്ഷപ്രാപ്തി എന്നൊക്കെ പറയുന്നത് മരണം ആണ്, അതോടെ അവസാനിച്ചു എന്നാണ് വിചാരിക്കുന്നത്. മോക്ഷം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്.
അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ പലതിലും കുടുക്കിക്കിടത്തുന്നത്. അതായത് ചില കാഴ്ചകൾ, ചില സ്പർശനങ്ങൾ, ചില കേൾവികൾ. അപ്പം നമ്മൾ പലതിലും ഇന്ദ്രിയങ്ങളിലാണ് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഈ ലിമിറ്റേഷൻ കൊണ്ടാണ് നമ്മൾ അവിടെ സ്റ്റക്കായി പോകുന്നത്. ഇന്ദ്രിയങ്ങളുടെ ലിമിറ്റേഷൻ അവിടെ മാറിയിട്ട് നിങ്ങളുടെ പൂർണ്ണ ബോധവുമായിട്ട്, ശുദ്ധ ബോധവുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ ഈ സോഴ്സും അതുപോലെ ക്രിയേറ്ററും കാണിക്കുന്ന അതാണ്. സോഴ്സ് എന്ന് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അല്ല പരമാത്മാവിനെ, അങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ പറയാൻ പറ്റും. ചില മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് അല്ലെ പരമാത്മാവ് ഇങ്ങനെ പറയാൻ പറ്റും. അതായത് ശുദ്ധബോധത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ബോധമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുമ്പോൾ ആ സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു സെൻസ്, നിങ്ങളുടെ സ്പിരിച്വൽ സെൻസുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നത്. ഇവിടെ നിന്നാണ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ലിമിറ്റേഷൻ മറികടക്കുന്നതും ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനം സംഭവിക്കുന്നതും ഇവിടെ നിന്നാണ്. അപ്പോൾ ആ മോചനം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ കൂടുതൽ പേരും ലൈഫിൽ ഒരു എന്തെങ്കിലും കാര്യമായിട്ടുള്ളൊരു ബ്രേക്ക് സംഭവിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിനെ തന്നെ അടിമുടി മാറ്റിമറിക്കുന്ന തരത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു. അതിനുശേഷം നിങ്ങളുടെ ലൈഫ് അടിമുടി മാറിയിട്ട് നിങ്ങളൊരു സ്പിരിച്വലി ഒരു അവേക്കണിങ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് വന്നത് ഇതിന് ശേഷമാണ് കാണിക്കുന്നത്. ചിലർക്ക് അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലർക്ക് ആരുടെയെങ്കിലും മരണം കൊണ്ടായിരിക്കാം, ചിലർക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം. എന്തോ ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ 2 പ്രാവശ്യം അത് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു എനർജി വന്നിട്ടുണ്ട്. അതായത് ബ്രേക്ക് സംഭവിക്കുന്നൊരു എനർജി, ടവറും ബ്രേക്ക് ത്രോ. ഇത് കാണിക്കുന്നതും ആ ഒരു ബ്രേക്ക് നിങ്ങളിൽ സംഭവിച്ചു. നിങ്ങൾ അത്ര വരെയും ഭയങ്കര ഒരു സെലിബ്രേറ്റ് ചെയ്ത് നടന്നൊരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ കുറച്ചൊരു എൻജോയ്മെൻ്റൊക്കെ ഉള്ള ഒരാളായിരിക്കാം. പക്ഷെ സഡൻ ആയിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു റീബർത്ത് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ചിലർക്ക് ആക്സിഡൻ്റ് എങ്ങാനും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തോ ഒരു ബ്രേക്ക് സംഭവിച്ചു. ചിലർക്കൊരു ഡിവോഴ്സോ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് സംഭവിച്ചപ്പം അവിടെ നിങ്ങൾക്കൊരു റീബർത്താണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ സോഴ്സുമായിട്ട് കണക്റ്റായി ഇതൊരു അവേക്കണിങ് ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു ബ്രേക്ക് നിങ്ങളിൽ സംഭവിച്ചപ്പോൾ നിങ്ങളിൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ഡിപ്രഷനിലൂടെ കടന്നുപോയ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിലെ ഫസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേജൊക്കെ നിങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ പരമാത്മാവുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റർ ഉണർന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആവുന്ന ഒരു സമയമായിരിക്കാം ഈ സമയം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമൊക്കെ നിങ്ങൾ പലതും കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അതായത് മറ്റുള്ളവരോട് ഒന്നും ഓപ്പണായിട്ട് പറയാൻ പറ്റാതെ നിങ്ങൾ ഉള്ളിൽ തന്നെ വച്ചിരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പല കാര്യത്തിനും എതിർക്കുമ്പോൾ അവിടെയും നിങ്ങൾക്ക് അവരെ അനുസരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇതൊക്കെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോലും നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിക്ക്, നിങ്ങളുടെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ വേണ്ടിയായിരിക്കാം, നിങ്ങൾ ആ ഒരു അല്ല വൈഫിനും മക്കൾക്കും വേണ്ടിയായിരിക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു നിലപാടിലായിരുന്നു പലരും ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു മായയാണ്, ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളത് മനസ്സിലായിട്ട് നിങ്ങൾ ഈ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും റിലീസ് ചെയ്ത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ എല്ലാം ഇൻക്ലൂഡാണ്, നിങ്ങളുടെ ഫാമിലിയും എല്ലാം നിങ്ങളുടെ തന്നെയാണ്. അവിടെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനും കൂടി പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിന് കാരണം നിങ്ങളവിടെ സത്യം മനസ്സിലാക്കി. അതായത് ഇതെല്ലാം മായയാണ്, എനിക്ക് വേണ്ടത് എനിക്ക് കൊടുത്തേ പറ്റൂ, അങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാലേ മറ്റുള്ളവരുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് നേടേണ്ട എന്ത് കാര്യമാണെങ്കിലും നിങ്ങളിലേക്ക് അത് വരൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ പലരും പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്ത് വിട്ടതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിട്ടു എന്നുള്ളതാണ് കാണിക്കുന്നത്. സ്റ്റക്കായി നിൽക്കുന്ന പല സിറ്റുവേഷനും നിങ്ങളിൽ നിന്ന് റിലീസായി. അതുപോലെ സപ്രസ് ചെയ്ത് വെച്ച പല ഇമോഷൻസും നിങ്ങളിൽ നിന്ന് റിലീസായി. കംപ്ലീറ്റ് ഒരു റിലീസിങ് ടൈമായിട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഇമോഷൻ ആണെങ്കിലോ നിങ്ങളുടെ ആഗ്രഹം ആണെങ്കിലോ എന്ത് കാര്യം, നിങ്ങളുടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പാസ്റ്റിലെ ഇൻസിഡൻസ് ആണെങ്കിലോ എല്ലാം നിങ്ങൾ റിലീസ് ചെയ്തിട്ട്
പോകുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പം നിങ്ങളിലുള്ളത്. നിങ്ങൾ ആ ഒരു കറക്റ്റ് പോയിന്റിൽ എവിടെയാണോ ഒരു വ്യക്തി സ്പിരിച്വൽ ജേർണിയിൽ നിൽക്കേണ്ടത് ആ ഒരു കറക്റ്റ് പോയിന്റിലാണ് ഇപ്പം നിങ്ങൾ ഉള്ളതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഓൾഡ് സോളാണ്. അപ്പോൾ ഇവിടെ ഈ സൈലൻസ് നിങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു സൈലൻസ് ആണ്. അതായത് സൈലൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റക്കായി പോയിന്നോ അല്ലെങ്കിൽ ഒരു നിരാശയോ ഒന്നുമല്ല. നിങ്ങൾക്കുള്ളിലെ സൈലൻസ് നിങ്ങളിപ്പോൾ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു സൈലൻസിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആ ഒരു സൈലൻസിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. കാരണം ആ ഒരു സൈലൻസ് നിങ്ങൾക്ക് തരുന്നത് അത്രയും ഒരു കാംനെസ് ആണ്. അപ്പം നിങ്ങൾ അവിടെ ചിലർ വിചാരിക്കും സൈലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോയി, അവിടെ ഇനിയൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ് ചിലർ സൈലൻസിനെ കാണുക. പക്ഷേ ഈ സൈലൻസ് നിങ്ങൾ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. നമ്മളൊരു പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോൾ നമുക്കുള്ളിൽ ഉണ്ടാവുന്ന ഒരു ഭയങ്കര ഒരു ആശ്വാസമായിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ ഒരു പൂർണ്ണചന്ദ്രൻ നമുക്ക് ഉള്ളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എനർജി വൈബ്രേഷനാണ് തരുന്നത്. അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്നാണ് കാണാൻ പറ്റുന്നത്. അത്രയും ഒരു സൈലൻസിൽ നിങ്ങൾ ആ സൈലൻസിൻ്റെ നിശബ്ദത, അപ്പം നിങ്ങൾ ആ നിശബ്ദതേൻ്റെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പോയിന്റിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ ലെറ്റ് ഗോ, കൺട്രോൾ, ക്രിയേറ്റർ, സോഴ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പോയിന്റ് നിങ്ങളിൽ എനർജി ബാലൻസിങ് വരുന്നു എന്നുള്ളത്, നിങ്ങളുടെ ഫെമിനൈൻ മാസ്കുലൈൻ എനർജി ബാലൻസിങ് വരുന്നു. ടെമ്പറൻസും ലവേഴ്സും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഫെമിനൈൻ മാസ്കുലൈൻ എനർജി ബാലൻസിനെയാണ് കാണിക്കുന്നത്. ഈ ബാലൻസ് നിങ്ങൾക്കുള്ളിൽ വരാൻ തുടങ്ങി എന്നുള്ളതാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ മുന്നേ ചെയ്ത പ്രാക്ടീസസിൻ്റെ റിസൾട്ട് ഈ സമയത്ത് വരുന്നതായിരിക്കാം. കംപ്ലീറ്റ് ഒരു റീബേർത്തിൻ്റെ ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളിലെ ആത്മാവിൻ്റെ ജനനം ആ ഒരു സമയം ആയി എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ കൃത്യമായിട്ടുള്ള പോയിന്റിലാണ് ഉള്ളത്. അതുപോലെ നിങ്ങളിൽ ഒരു പാറ്റേൺ എൻഡായിട്ട് നിങ്ങളിൽ ഇനി പുതിയൊരു പാറ്റേൺ അല്ല, പുതിയൊരു സൈക്കിൾ വരാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം നിങ്ങളിൽ പാറ്റേൺ ആയിരുന്നു വർക്ക് ആയിക്കൊണ്ടേയിരുന്നത്, അതായത് കാർമിക് പാറ്റേൺ ആയിരുന്നു വർക്ക് ആവുന്നത്. പക്ഷേ ആ കാർമിക് പാറ്റേൺ ഒക്കെ ഇപ്പം ബ്രേക്ക് ആയിട്ട് ഡെത്ത് സംഭവിച്ചു. ഇനിയൊരു ന്യൂ ബിഗിനിങ് ആണ്. അത് പുതിയൊരു വെല്ലുവിളിയിലേക്ക് പോകുന്നു എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ആ വെല്ലുവിളി എന്ന് പറയുന്നത് നിങ്ങളോട് തന്നെയുള്ള വെല്ലുവിളിയാണ്. അതായത് നിങ്ങളെ ഇത്രയും കാലം പലതിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു എനർജി ഉണ്ടാകും. നിങ്ങൾ എന്ത് പുതിയ കാര്യം തുടങ്ങുമ്പോഴും കുറച്ച് ദിവസം ആ പ്രാക്ടീസ് ചെയ്യുമായിരിക്കും, പിന്നെ കുറച്ച് ദിവസം മടി കൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കും. അതവിടെ മടിയല്ല. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് തന്നെ പ്രവർത്തിക്കും. ആ മൈൻഡിനെ നെഗറ്റീവ് എനർജി എന്നും പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു എനർജി നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ അതിനോടാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. അതായത് പുതിയൊരു വെല്ലുവിളിയിലേക്ക് കടക്കുന്ന ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആ നെഗറ്റിവിറ്റി തടയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ വെല്ലുവിളിച്ചാണ് നിങ്ങൾ മുന്നേറുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. ഇനി ഒരു ശക്തിക്കും നിങ്ങളെ അങ്ങനെ തടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ സൈഡ് ആക്കേണ്ട കാര്യങ്ങൾ, അത്രയും പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പോസിറ്റീവ് എനർജി ഉള്ളിൽ നിറയുമ്പോൾ തന്നെ അവിടെ നെഗറ്റീവ് എനർജിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാലം നെഗറ്റീവ് എനർജി നിങ്ങളെ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ചെയ്യുന്നതൊന്നും കംപ്ലീറ്റ് ആവാൻ പറ്റാറില്ല. അങ്ങനെ പല കാര്യങ്ങളിലൂടെ നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ് ബ്രേക്കായിട്ട് നിങ്ങളിൽ ഒരു റീബേർത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. വളരെ നല്ലൊരു സ്പ്രെഡാണ് ഇത് കിട്ടിയത്. പിന്നെ ഇവിടെ രാത്രിയും നിങ്ങളും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. മേ ബി രാത്രിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. ആ ഒരു ഇരുട്ടിൻ്റെ ആ നിശബ്ദതയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ആ ഒരു നിശബ്ദതയിൽ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവിടെ അത് വർക്ക് ആവുന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അത് ആ രാത്രി എന്നുള്ളത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് ആ സൈലൻസിലിരുന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ് ഒരു നിശബ്ദതയിലും ശാന്തതയിലാണ് നിങ്ങളുടെ ലൈഫ് വരുന്നത്. നിശബ്ദത എന്ന് പറയുമ്പോൾ അവിടെ മോശമല്ല, നിങ്ങൾക്കവിടെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി, നിങ്ങളുടെ ഉള്ളിൽ അത്രയും കാലം നിങ്ങളെ വിഷമിപ്പിച്ചിരിക്കുന്ന പലതും നിശബ്ദതയിലേക്ക് വരുവാണ് ചെയ്യുന്നത്.
വല്ലാതെ സൗണ്ടും അതും ഇതും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ കലങ്ങി മറിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മാറി നിശബ്ദതയിലേക്ക് വരുവാണ് ചെയ്യുന്നത്. ആ നിശബ്ദതേൻ്റെ സൗന്ദര്യമാണ് നിങ്ങളിനി ആസ്വദിക്കാൻ പോകുന്നത്. അതുപോലെ എലോൺനെസ് വന്നിരിക്കുന്നുണ്ട്. അവിടെ ഒറ്റപ്പെടലിനെ കാണിക്കുന്നതല്ല. എലോൺനെസ്സിന് ശേഷം ബ്രേക്ക് ത്രൂ ആണ് വന്നിരിക്കുന്നത്. ഒറ്റപ്പെടുന്ന അവസ്ഥ, ഒറ്റപ്പെടലിൽ ഉണ്ടാവുന്ന വേദന അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഒറ്റപ്പെടലിൽ പലപ്പോഴും പലരും വേദന അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ അതവിടെ ബ്രേക്കായിട്ട് അതിനെ ആസ്വദിക്കുന്ന ഒരു ഇതിലോട്ടേക്ക് നിങ്ങൾ വരുവാണ് ചെയ്യുന്നത്. ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ ആസ്വദിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ മുന്നേ ഉണ്ടായിരുന്നത് ഒറ്റപ്പെടലിനെ നമ്മൾ വെറുക്കുന്നൊരവസ്ഥ. അതായത് ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത്, എനിക്കെന്താ ആരും ഇല്ലാത്തത് എങ്ങനെ, ആ ഒരു അവസ്ഥ മാറിയിട്ട് അതിനാണ് ബ്രേക്ക് സംഭവിക്കുന്നത്. ആ ഒറ്റപ്പെടലിൽ നിങ്ങൾ നെഗറ്റിവിറ്റി കാണുന്നുണ്ട്, അതിനാണ് ബ്രേക്ക് സംഭവിക്കുന്നത്. മറിച്ച് ആ ഒറ്റപ്പെടലിലെ നിശബ്ദതയെ നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു തലത്തിലോട്ടേക്കാണ് നിങ്ങൾ വരുന്നത്. സൈലൻസും അതാണ്, ആ നിശബ്ദത തന്നെയാണ് നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ കംപ്ലീറ്റ് സൈലൻസ് ആണ് വരാൻ പോകുന്നത്. ഇങ്ങനെ സൈലൻസ് വരുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ അവിടെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോന്നിനും നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടും. അത്ര വരെയും നിങ്ങൾ ചെയ്യുന്ന പല കാര്യത്തിനും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ഇനി ചെയ്യാൻ പോകുന്ന ഈ നിശബ്ദതയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടും. കാരണം ഇനി നിങ്ങളുടെ ലൈഫിൽ ആ നിശബ്ദത എന്ന് പറയുന്ന അതിനാണ് റോളുള്ളത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റർ അതാണ് കാണിക്കുന്നത്. ഒരു ക്രിയേറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലോട്ടേക്ക് നിങ്ങളുടെ എനർജി വരുന്നു. കറേജ് ആണെങ്കിലും ആ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് കാണിക്കുന്നത്. വറ്റി വരണ്ട് മരുഭൂമിയായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും അവിടെ ഒരു പൂ വിരിയുന്നത് പോലെ നിങ്ങളവിടെ വിടർന്നു വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് കാണിക്കുന്നത്. റീബേർത്ത്, ആത്മാവിൽ ജനനത്തെയാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ് പാറ്റേൺ തന്നെ മാറിയിട്ട് നല്ലൊരു നിശബ്ദതയിലേക്ക് വരുന്നുണ്ട്. ആ നിശബ്ദതേൻ്റെ സൗന്ദര്യം എന്താണെന്ന് അത് അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. അത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു, എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതായിരുന്നു നിങ്ങളുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ റീഡിങ് ക്ലെയിം ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.